ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 500 ഗ്രാം അളന്നെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുവാൻ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മളത് ചൂടാക്കാൻ വെച്ചു. നല്ലപോലെ തിളച്ച് വരണം. അതുവരെ ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ഒരു 50 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ബട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല. ബട്ടർ ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ആഡ് ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം സെയിം മെത്തേഡ് തന്നെ. ബട്ടർ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം, അല്ലാതെ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ബട്ടർ നിർബന്ധമുള്ളവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂജെൽ ആഡ് ചെയ്യുന്നവരുണ്ട് ബട്ടറിന് പകരം. ന്യൂജെല്ലാണെങ്കിലും ഒരു 50 ഗ്രാം ന്യൂജെല്ല് ആഡ് ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ലപോലെ തന്നെ ടേസ്റ്റ് കാണും. പിന്നെ ഉള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ചൂടാവണം. അതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക. ഫുൾ ടൈം ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി. അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഡ് ചെയ്യേണ്ടത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് 400 ഗ്രാമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് 400 ഗ്രാം. അത് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ട പിടിക്കും. അത് കണക്ക് തന്നെ നല്ല രീതിയിൽ ഇളക്കുക, അല്ലെങ്കിൽ തരി തരിയായിട്ട് ഇങ്ങനെ കിടക്കും. ഒരുപാട് തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇപ്പം ഞാൻ അരിച്ചെടുക്കുന്നില്ല. ഇത് ആ ചൂടിനകത്തുകൂടി നല്ലപോലെ ഇളക്കി എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫുള്ള് മെൽറ്റായി നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇതേ കണക്ക് കുറേ നേരം ഇളക്കി തരി ഫുള്ള് മെൽറ്റാക്കുക. അപ്പോൾ ഏകദേശം ഇതേ കണക്കായി. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ റെഡിയായിരിക്കുന്നു. തരിയൊന്നുമില്ല. അതേ കണക്ക് നല്ലപോലെ ഇളക്കി കൊടുത്താൽ തരി മാറും. അഥവാ മാറിയില്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇത് കണക്കുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേഗം കിട്ടുവാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.